ഗുരുവായൂർ നഗരസഭ 11-ാം വാർഡിൽ പുതുതായി പണി കഴിപ്പിച്ച നവജീവൻ റോഡ് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി നിങ്ങളുടെ ഈ 11-ാം വാർഡും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ വികസനം നടക്കുമ്പോൾ വാർഡിൻ്റെ വികസനവും നടത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ കൗൺസിലർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ളതിൽ പ്രത്യേക ശ്രദ്ധ ഊന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ റോഡിപ്പോൾ ജനങ്ങൾക്ക് സമർപ്പിച്ചു. ഇനി ഇത് പരിരക്ഷിക്കേണ്ട കാര്യം ഈ നാട്ടുകാരായിട്ടാകുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ധാരണ റോഡ് ഉണ്ടാക്കേണ്ട പണി മുനിസിപ്പാലിറ്റിയുടെ, റോഡ് വൃത്തിയാക്കേണ്ട പണി മുനിസിപ്പാലിറ്റിയുടെ, റോഡ് പൊളിഞ്ഞാൽ കുറ്റം പറയേണ്ട പണി നമ്മുടെ. അങ്ങനെ അത് മാറ്റണം. റോഡ് ഉണ്ടാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അത് പരിരക്ഷിക്കുകയും അത് പരിചരിക്കുകയും. റോഡിനെ എങ്ങനെ പരിരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ റോഡിൽ അനാവശ്യമായ സാധനങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറയണം, അത് അവിടെ നിന്ന് എടുക്കണം എന്ന് പറയണം. നമ്മുടെ പൊതു സ്വഭാവം എന്താ വെച്ചാൽ റോഡൊക്കെ നല്ല ഭംഗിയാവും, ഇനി റോട്ടിൽ ഓരോ സാധനങ്ങൾ വരും. അവ കൗൺസിലറെ വിളിച്ച് പറയും, അതേ നമ്മൾ പണിത റോട്ടിൽ അത് കൊണ്ടുപോയി. അത് പറയലല്ല നമ്മുടെ പണി, അത് ഇട്ട ആളെ കൊണ്ട് അത് എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റോഡ് നഗരത്തിലെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാർഡിലെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ റോഡിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി വാർഡിലെ ജനങ്ങളെ ഏൽക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാർഡ് കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് 150 മീറ്റർ നീളത്തിൽ ടൈൽ വിരിച്ച് റോഡ് പണി പൂർത്തീകരിച്ചത്. വാർഡ് വികസന സമിതി അംഗം എ ഖയസ്, തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം ഷാനി റജി, ആശാ വർക്കർ മിനി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു.